വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ തിരുവചനങ്ങൾ. ജലത്താലുള്ള ജനനം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് മാമോദീസയിലൂടെ സഭാപ്രവേശനം തന്നെയാണ്. ജലം മാമോദീസയെ സൂചിപ്പിക്കുന്നു. ആദിമസഭയിൽ ഈശോയിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നവരെ സ്നാനപ്പെടുത്തുവാൻ ജലം ഒരു ആവശ്യ ഘടകമായിരുന്നു. മാമോദീസയിൽ പരിശുദ്ധാത്മാവിലൂടെ നാം ദൈവമക്കളായി ജനിക്കുകയാണ്. ഇതാണ് ഉന്നതത്തിൽ നിന്നുള്ള ജനനം. സഭയിലൂടെയാണ് അരൂപിയിലുള്ള ജനനവും ദൈവരാജ്യ പ്രവേശനവും നടക്കുന്നത്. സഭയാണ് ഈ ലോകത്തിൽ ദൈവരാജ്യത്തിൻ്റെ കുദാശയായി വർദ്ധിക്കുക. സഭ വിശ്വാസികളുടെ സമൂഹമാണ്. സ്ലീഹന്മാരിലൂടെ കൈമാറപ്പെട്ട് കിട്ടിയ സഭയുടെ വിശ്വാസ ജീവിതത്തിലേക്കാണ് മാമോദീസയിലൂടെ നാം പ്രവേശിക്കുക. അതുകൊണ്ടാണ് സഭയുടെ വിശ്വാസം ഏറ്റുപറയുകയും ആ വിശ്വാസം വ്യക്തിപരമായ ജീവിതത്തിൽ സംശീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് നാം യഥാർത്ഥ വിശ്വാസ ജീവിതം നയിക്കേണ്ടതെന്ന് പറയുക. സഭാ ജീവിതത്തിൽ നിന്ന് മാറി ഒറ്റപ്പെട്ടു നിന്നോ സഭയുടെ സ്ലൈംഗിക വിശ്വാസം ഏറ്റുപറയാതെയോ സ്വന്തമായ രീതിയിൽ വിശ്വാസ ജീവിതം നയിക്കുന്ന പരിശുദ്ധാത്മാവിലുള്ള ജീവിതമല്ല എന്ന് നാം തിരിച്ചറിയണം. നമ്മെ ജീവന്റെ അർത്ഥാവായ ശംശനികരും പിതാവ് ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.